നഗരം രണ്ട് സാമ്രാജ്യങ്ങളുടെ പിടിയിലാണ്. തെക്കൻ മേഖലയിലെ അറബോ സാമ്രാജ്യത്തിന്റെ തലവൻ ആദിൽ. വടക്കൻ മേഖലയിലെ ആർ.കെ. ഗ്രൂപ്പ് ഫസൽ ഭരിക്കുന്നു. കള്ളപ്പണം, കരിമാർക്കറ്റ്, മയക്കുമരുന്ന് എല്ലാം ഇവരുടെ പിടിയിൽ. പക്ഷേ പോലീസ് ഇൻസ്പെക്ടർ മായ തന്റെ കണ്ണുകൾ തുറന്നു. ഇരുവരെയും ഒരുമിച്ചു കൊടുക്കും, അവൾ ഉറച്ചു പറഞ്ഞു. ഇരുട്ട് തുടങ്ങുന്നു. ആദിലിന്റെ ഓഫീസ്. വമ്പൻ മേശയ്ക്കു മുകളിൽ പണത്തിന്റെ കെട്ടുകൾ. ഹാഷിം അക്കൗണ്ടുകൾ തുറന്നുകാട്ടി. ഈ ആഴ്ച 15 കോടി വന്നിട്ടുണ്ട്. പക്ഷേ ആർ.കെ. സംഘം തടസ്സം സൃഷ്ടിക്കുന്നു. റാനിഷ മൗനം പാലിച്ചു. അവന്റെ കണ്ണുകളിൽ അസാധാരണമായ ശൂന്യത. ആദിൽ മനസ്സിലാക്കി, തന്റെ സംഘത്തിനകത്ത് തന്നെ ഒരു വഞ്ചകൻ ഒളിക്കുന്നു. ഫസൽ തന്റെ ആളുകളെ വിളിച്ചു. ആർബോ ഗ്രൂപ്പിന്റെ ഇടപാട് തടയണം. ആദിലിനെ തകർക്കണം. ജമാൽ, അവന്റെ ക്രൂരനായ സഹായി, തല കുലുക്കി. ഞാൻ തീ കൊളുത്തും. അവരുടെ വാഹനങ്ങൾ ആയുധങ്ങളാൽ നിറഞ്ഞു. രാത്രിയുടെ ഇരുട്ടിൽ ഒരു ആക്രമണത്തിന്റെ സംഗീതം തുടങ്ങി. നഗരത്തിന്റെ കാതുകളിൽ പേടിയുടെ നിലവിളി. മായയുടെ ഓഫീസിൽ വലിയ മാപ്പ് തുറന്നുകിടന്നു. 2 സാമ്രാജ്യങ്ങൾ, 2 മൃഗങ്ങൾ. ഞാൻ ഇരുവരെയും വീഴ്ത്തും. അവളുടെ ശബ്ദം കരുത്തോടെ മുഴങ്ങി. അതേസമയം അഞ്ജലി, അവളുടെ രഹസ്യ ഏജന്റ്, ആർ.കെ. സംഘത്തിലേക്ക് കടന്നു. ഇരുട്ടിന്റെ കളി അവൾക്കിപ്പോൾ ജീവൻ മരണ പോരാട്ടമായി മാറുന്നു. ആദിൽ തന്റെ വിശ്വസ്തനായ സമീറിനൊപ്പം. ഫസലിന്റെ നീക്കം പിടിക്കണം, അവൻ പറഞ്ഞു. പക്ഷേ സമീർ രാത്രി ഒളിഞ്ഞൊരു സന്ദേശം അയച്ചു. ഡീൽ വിവരം കിട്ടി. അത് നേരെ ഫസലിന്റെ ഫോണിലെത്തി. ഇരുട്ടിന്റെ കളിയിൽ ആദിലിന്റെ സ്വന്തം ആളാണ് ഏറ്റവും വലിയ വഞ്ചകൻ. ഹാഷിം അക്കൗണ്ടുകളിൽ കളിച്ചു. കോടികളുടെ പ്രവാഹം, മറഞ്ഞ ഇടപാടുകൾ. പക്ഷേ മായയുടെ കണ്ണുകൾ അടുത്തെത്തി. ഹാഷിം മനസ്സിലാക്കി, ഇനി രക്ഷപ്പെടാൻ വഴിയില്ല. അതേസമയം ഫസലിന്റെ ആളുകൾ വെയർഹൌസിന് സമീപം കാറുകൾ പാർക്ക് ചെയ്തു. വെടിവെപ്പിന്റെ ഗന്ധം വായുവിൽ നിറഞ്ഞു. പോരാട്ടം തുടങ്ങാൻ ഒരു നിമിഷം മാത്രം. വെയർഹൌസിന് മുന്നിൽ വണ്ടികൾ നിറഞ്ഞു. ജമാലിന്റെ ആളുകൾ വെടിയൊച്ച മുഴക്കി. ആദിലിന്റെ സംഘം തിരിച്ചടിച്ചു. തെരുവുകൾക്കു നടുവിൽ തീപ്പൊരി പോലെ തോക്കിന്റെ ശബ്ദം. മായ ദൂരത്തുനിന്നു എല്ലാം കണ്ടു. ഇപ്പോൾ തന്നെ ഇടപെടാൻ പാടില്ല. ഇരുവരും ക്ഷീണിക്കട്ടെ, പിന്നെ കൊടുക്കാം, അവൾ വിചാരിച്ചു. റാനിഷ വെയർഹൌസിനകത്ത് കുടുങ്ങി. ആരുടെ പക്ഷം പിടിക്കണമെന്ന ആശങ്ക അവനെ കീഴടക്കി. ആദിലിന്റെ കണ്ണുകൾ അവന്റെ മേൽ വീണു. എന്നോട് കളിക്കരുത്, ആദിൽ ഗർജിച്ചു. പക്ഷേ പുറത്തുനിന്നു ജമാലിന്റെ വിളി മുഴങ്ങി. വെയർഹൌസ് പൊട്ടിച്ചുകളയൂ. റാനിഷിന്റെ മുഖത്ത് പേടിയും വഞ്ചനയും കലർന്നൊരു നിഴൽ. ഹാഷിം തന്റെ ലാപ്ടോപ്പിൽ. ഈ അക്കൗണ്ടുകൾ പൊളിഞ്ഞാൽ 2 സംഘവും തകരും, അവൻ വിറച്ചു പറഞ്ഞു. എന്നാൽ പെട്ടെന്ന് തന്നെ ഫോൺ മുഴങ്ങി. ഈ കഥ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിന്റെ തുടർഭാഗം വേണമെങ്കിൽ യെസ് എന്ന കമന്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.